കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ കനലായി തീർത്തവനോ യാ റഹ്മാനല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പടച്ചവനെ, ഇത് മക്കള് എനിക്ക് ജംഷീദ് വരുമ്പോഴൊക്കെ എനിക്ക് ജംഷീദ് ചിത്രം കാണുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഈ കണ്ണു നനഞ്ഞു ഞാൻ പാടവേ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ, ജന്മം തന്ന നാഥാ ജീവൻ തന്ന താജാ, ജന്മം തന്ന നാഥാ ജീവൻ തന്ന താജാ. കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ കനലായി തീർത്തവനോ യാ റഹ്മാനല്ലാ. അല്ലാ അല്ലാ യാ അല്ലാ. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. നടക്കും വഴികളിൽ ഇന്ന് മുള്ളിൻ മുനകൾ ഏറെയാൻ, നീയല്ലാതെ ഇല്ല റബ്ബേ മറുമുഖമായി ചൊല്ലിട അല്ലാ. മൂന്നാൺകുട്ടികളല്ലേ? മഴ അല്ലേ, മഴ ആയതുകൊണ്ട് എന്താ പറയാ, ഈ സീസണൊക്കെ കുറവാണ്. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. എനിക്ക് എന്താ, നമ്മളിപ്പം മൻസൂർ തേലക്കാട് ഒരേ കിടപ്പിൽ കിടക്കുന്ന ഒരു എന്റെ വലിയ ഫ്രണ്ടാണ്. അല്ല, മൻസൂർ തേലക്കാടിനെയൊക്കെ പോയി കാണുമ്പോൾ ഇവരെല്ലാം പറയുന്നൊരു വർത്താനുണ്ട്. എന്താണ്? അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. ഇതിന്റെ ഒരു വ്യാപ്തി, ആശയവ്യാപ്തി എന്ന് പറഞ്ഞല്ലേ, നമ്മളെല്ലാം ഉണ്ടായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും ഇവിടെ പോകാനും വരാനും ഒന്നും ശാരീരികമായിട്ടാണെങ്കിലും മറ്റ് സംവിധാനങ്ങളിൽ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യർ പല കാരണങ്ങളൊക്കെ പറഞ്ഞ് പരിഭവപ്പെടുന്നൊരു ലോകത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പരിമിതി ഉണ്ടെന്ന് തോന്നുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ അൽഹംദുലില്ലാഹ് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ, സത്യത്തിൽ നമ്മളൊക്കെ തല താഴ്ത്തേണ്ടി വരും. അതെന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ ഒരു, എന്നെ മനസ്സുകൊണ്ടൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ് എന്ന രോഗമാണ്. അതായത് എല്ലുകൾ എന്താണ് ആരെങ്കിലുമൊക്കെ എടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആക്ഷന് തുമ്മി കഴിഞ്ഞാൽ ഞെട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചെയ്യലെന്ന് വെച്ചാൽ ഒരു തലയാണ് വെച്ചിട്ട് ആ ഭാഗത്ത് കണ്ട് ചെരിഞ്ഞെടുക്കും, പിന്നെ ആ ഭാഗം തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെരിഞ്ഞിരിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻ്റെ ഏതെന്ന് വെച്ചാൽ ഒരു കട്ടിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ആ കട്ടിൻ്റെ ഇതിനൊരു